ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വുഡ്. ഒരു ജോലി കിട്ടുന്നതിന്, ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് ഇതിനൊക്കെ വുഡ് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമല്ല, നമ്മളൊരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുന്നു, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആളുകളെ നമ്മൾ മറ്റുള്ളവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെയും നമുക്ക് ഈ വുഡ് ഉപയോഗിക്കാം. കുട്ടികളുടെ PTM അറ്റൻഡ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനോട് നമുക്ക് കുട്ടികളുടെ ആ ഒരു പ്രോഗ്രസ്സിനെ പറ്റി ചോദിക്കണ്ടേ, അപ്പോഴും നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് വുഡ്. അപ്പോൾ വുഡ് ഇന്നത്തെ ലെസൺ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം പറയുന്നു, ഈ ലെസൺ കേൾക്കുമ്പോൾ അതെല്ലാം മനസ്സിലാകും, പക്ഷേ അത്തരം സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് കാര്യം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് നമുക്കത് സംസാരിക്കാൻ പറ്റില്ല, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. വുഡ് ഉപയോഗിക്കുന്നത് ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പൊളൈറ്റായിട്ട്, വളരെ പൊളൈറ്റായിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ്. പൊളൈറ്റ് റിക്വസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ആ ഡോർ ഒന്ന് ദയവ് ചെയ്ത് ക്ലോസ് ചെയ്യൂ എന്ന് പറയില്ലേ? വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ, വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ. വുഡ് യു പ്ലീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോസ്. ക്ലോസ് എന്നത് ഒരു വേർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോമാണ്. വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് ചോദിച്ചാൽ, എന്ന് പറഞ്ഞാൽ ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യുമോ? വുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ, ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യുമോ? വുഡ് യു പ്ലീസ് പാസ് മീ ദാറ്റ് വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ആ വാട്ടർ ബോട്ടിൽ ഒന്ന് എനിക്ക് പാസ് ചെയ്യുമോ, എനിക്കൊന്ന് പാസ് ചെയ്യുമോ എന്നാണ്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാം. വുഡ് യു പ്ലീസ് ഡു ദാറ്റ്, വുഡ് യു പ്ലീസ് ഡു ദിസ്, വുഡ് യു പ്ലീസ് റൈറ്റ് ദിസ് ഫോർ മീ, എനിക്ക് വേണ്ടി ഇതൊന്ന് എഴുതുമോ? വുഡ് യു പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് ആ ചെയ്യുന്നതൊന്ന് നിർത്തുമോ? വുഡ് യു പ്ലീസ് ബുക്ക് എ ടാക്സി ഫോർ മീ, എനിക്ക് വേണ്ടി ഒരു ടാക്സി ബുക്ക് ചെയ്യുമോ? വുഡ് യു പ്ലീസ് സേ ദാറ്റ് എഗെയിൻ, അതൊന്നുകൂടി പറയുമോ? വുഡ് യു പ്ലീസ് കം എഗെയിൻ, ഒന്നുകൂടി വരുമോ? വുഡ് യു പ്ലീസ് ഗോ ദർ എഗെയിൻ, നിങ്ങൾ ഒന്നുകൂടി അവിടെ പോകുമോ? എന്തെല്ലാം കാര്യങ്ങൾ നമുക്കത് ഉപയോഗിക്കാം. വുഡ് യു പ്ലീസ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം, ഏത് വേർബ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി അടുത്തത്, വുഡിൻ്റെ കൂടെ നമുക്ക് വേറെ ചില എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ടും സംസാരിക്കാം. ഇപ്പോൾ വുഡ് യു മൈൻഡ് എന്ന എക്സ്പ്രഷൻ. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ ഡോർ എന്ന് പറഞ്ഞാൽ ആ ഡോർ ക്ലോസ് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? വളരെ പൊളൈറ്റായിട്ടാണ്, വളരെ വിനയത്തോടു കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ, ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? ഇവിടെ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പൺ എന്ന വേർബിൻ്റെ കൂടെ ING ഫോം ഉപയോഗിച്ചു. അപ്പോൾ വുഡ് യു മൈൻഡ് എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ING ഫോം യൂസ് ചെയ്യണം. വുഡ് യു മൈൻഡ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് അവിടെ പാർക്ക് ചെയ്യണ്ട എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഡോണ്ട് പാർക്ക് ദ കാർ ദർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വളരെ അതൊരു റൂഡായിട്ടാണ് നമ്മളത് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ ആൾക്ക് ഒരു ഇഷ്ടക്കേട്, ആൾക്ക് ഒരു ദേഷ്യം തോന്നാത്ത രീതിയിൽ നമുക്ക് പറയാമല്ലോ, വുഡ് യു മൈൻഡ് നോട്ട് പാർക്കിംഗ് ദ കാർ ഹിയർ, വുഡ് യു മൈൻഡ് നോട്ട് പാർക്കിംഗ് ദ കാർ ഹിയർ. നോട്ട് ഉപയോഗിച്ചു, അത് ചെയ്യല്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ING ഫോം ഓഫ് ദ വേർബിന് മുമ്പ് നമ്മൾ നോട്ട് ആഡ് ചെയ്തു. വുഡ് യു മൈൻഡ് പാർക്കിംഗ് ദ കാർ ഹിയർ എന്ന് പറഞ്ഞാൽ ആ കാറ് ഇവിടെ പാർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ്. വുഡ് യു മൈൻഡ് നോട്ട് സ്മോക്കിംഗ് ഹിയർ, ഇവിടെ പുക വലിക്കാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന എക്സ്പ്രഷൻ വളരെ ഈസിയായി ഉപയോഗിക്കാമല്ലോ. ഇനി അടുത്തത്, ചിലപ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, ഓ അവൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു, ഓ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അവൾ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു, അവൾ എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, ഓ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല, അല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്ന്. അവിടെയും നമുക്ക് വുഡ് ഉപയോഗിക്കാം. I thought he would come, ഞാൻ വിചാരിച്ചു അവൻ വരുമെന്ന്. I thought she would go there, അവൾ അവിടെ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. I thought they would meet me, അവർ എന്നെ മീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. I didn't know it would happen, അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. I didn't know it would happen. I thought he would return the money, ഞാൻ വിചാരിച്ചു അവൻ പൈസ മടക്കി തരുമെന്ന്. അപ്പോൾ ഇത്തരത്തിലും കൂടുതൽ സെൻറ്റൻസസ്, കൂടുതൽ വേർബ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ,
Oh, I would like to have fried rice and chicken 65. I would like to have biryani. I would like to have plain rice. അങ്ങനെയൊക്കെ പറയില്ലേ? അതായത് നമ്മൾക്ക് അത് കഴിക്കാനാണ് ഇഷ്ടം, അതാണ് ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. നമുക്ക് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആളോട് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കില്ല എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്, നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യാൻ ഇഷ്ടം, വാട്ട് വുഡ് യു ലൈക്ക് ടു ഓർഡർ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഓർഡർ. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഫ്രൈഡ് റൈസ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്. പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐ വുഡ് എന്ന് വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഐഡ് എന്ന് പറയേണ്ട ഐഡ് ലൈക്ക് ടു മീറ്റ് യു സംഡേ. നിങ്ങളെ ഏതെങ്കിലും ഒരു ദിവസം എനിക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഐഡ് ലൈക്ക് ടു ടോക്ക് ടു യു. എനിക്ക് നിങ്ങളോട് ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ വുഡ് ലൈക്ക്, ഐ വുഡ് ലൈക്ക് ഇത് ഉപയോഗിക്കാൻ പഠിച്ചല്ലോ. ഇനി കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും വേറൊരാളോട് നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമാണോ, ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ. ഫോർ എക്സാമ്പിൾ, വുഡ് യു ലൈക്ക് മീ ടു സിങ് എ സോങ്, ഇഷ്ടമാണോ. വുഡ് യു ലൈക്ക് മീ, ഞാൻ പാടുന്നത് നിങ്ങൾക്കിഷ്ടമാണോ. വുഡ് യു ലൈക്ക് എന്നാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കിഷ്ടമാണോ എന്ത്. വുഡ് യു ലൈക്ക് മീ ടു സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നത് നിങ്ങൾക്കിഷ്ടമാണോ. ലൈക്ക് മീ ടു ടോക്ക് ടു യുവർ ബോസ്, ഞാൻ നിങ്ങളുടെ ബോസിനോട് സംസാരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ. വുഡ് യു ലൈക്ക് മീ ടു ടോക്ക് ടു യുവർ ബോസ്. വുഡ് യു ലൈക്ക് മീ ടു ഡാൻസ് ഓൺ സ്റ്റേജ്, ഞാൻ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമാണോ. വുഡ് യു ലൈക്ക് മീ ടു ഡ്രോപ്പ് യു സംവെയർ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ. ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത് എന്നാണ്. വുഡ് യു ലൈക്ക് ആണ്, നിങ്ങൾക്കിഷ്ടമാണോ എന്ത്. വുഡ് യു ലൈക്ക് മീ അവിടെ ഒരു സെക്കൻഡ് പേഴ്സൺ അവിടെ ഉണ്ട്, അവിടെ മീ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്തത്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, നിങ്ങളൊരു പാട്ട് പാടുന്നതാണ് എനിക്കിഷ്ടം, നിങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, നിങ്ങൾ അവരോട് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയില്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം ഐ വുഡ് ലൈക്ക് എന്ന ഒരു പ്രയോഗം. ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് ഹിം, നിങ്ങൾ അവനെ കാണുന്നതാണ് എനിക്കിഷ്ടം. ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് ഹിം. ഐ വുഡ് ലൈക്ക് യു ടു സിങ് എ സോങ്, നിങ്ങൾ ഒരു പാട്ട് പാടുന്നതാണ് എനിക്കിഷ്ടം. ഐ വുഡ് ലൈക്ക് യു ടു കം ഹിയർ, നിങ്ങൾ ഇവിടെ വരുന്നതാണ് എനിക്കിഷ്ടം. നോക്കൂ, ഐ വുഡ് ലൈക്ക് ആണ്, അപ്പോൾ എനിക്കിഷ്ടം എന്ത്. യു ടു കം ഹിയർ, നിങ്ങൾ ഇവിടെ വരുന്നതാണ് എനിക്കിഷ്ടം. ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് മീ ഓൺ സൺഡേ, സൺഡേ നിങ്ങൾ എന്നെ മീറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് മീ ഓൺ സൺഡേ. ഐ വുഡ് ലൈക്ക് യു ടു കം ഓൺ ടൈം, ഐ വുഡ് ലൈക്ക് യു ടു കം ഓൺ ടൈം, നിങ്ങൾ കൃത്യസമയത്ത് വരുന്നതാണ് എനിക്കിഷ്ടം. ഐ വുഡ് ലൈക്ക് യു ടു ടോക്ക് ടു മൈ പാരൻസ്, എൻ്റെ പേരൻസിനോട് നിങ്ങൾ സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഐ വുഡ് ലൈക്ക് യു ടു ടോക്ക് ടു മൈ പാരൻസ്. ഐ വുഡ് ലൈക്ക് യു ടു തിങ്ക് അബൌട്ട് ഇറ്റ് ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. ഐ വുഡ് ലൈക്ക് യു ടു തിങ്ക് അബൌട്ട് ഇറ്റ് ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒന്ന് ആലോചിക്കുന്നതാണ് എനിക്കിഷ്ടം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വുഡ് ലൈക്ക് യു ടു എന്ന് പറയുന്നതിന് പകരം ഐ വാണ്ട് യു ടു എന്നുപയോഗിക്കാം. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതി, നല്ലൊരു വിനയത്തോടു കൂടിയുള്ളതും ആയിട്ടുള്ള ഒരു രീതി ഐ വുഡ് ലൈക്ക് ഉപയോഗിക്കുമ്പോഴാണ്. ഐ വുഡ് ലൈക്ക് യുവർ മാനേജർ ടു ഗിവ് മീ എ കോൾ, നിങ്ങളുടെ മാനേജർ എന്നെ ഒന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഐ വുഡ് ലൈക്ക് യുവർ മാനേജർ ടു കോൾ മീ, ടു ഗിവ് മീ എ കോൾ. മൈ ബോസ് വുഡ് ലൈക്ക് ടു കോണ്ടാക്ട് യു, മൈ ബോസ് എൻ്റെ ബോസ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. മൈ ബോസ് വുഡ് ലൈക്ക് ടു കോണ്ടാക്ട് യു, അവിടെയൊക്കെ നമുക്ക് വുഡ് ലൈക്ക് ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് യു ടു കണക്ട് മൈ കോൾ ടു യുവർ മാനേജർ, ഇവിടെ എന്താ, നിങ്ങളുടെ മാനേജറുമായിട്ടൊന്ന് എൻ്റെ കോളൊന്ന് കണക്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വുഡ് ലൈക്ക് യു ടു കണക്ട് മൈ കോൾ ടു യുവർ മാനേജർ. ഇത് ഒരു ഫോർമൽ വേ ആണ്, ഇത് സാധാരണ ബിസിനസ് ഇംഗ്ലീഷിലാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ, വളരെ ഒരു ഫോർമൽ വേയിൽ സംസാരിക്കുമ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വാട്ട് ടൈം വുഡ് യു ലൈക്ക് മീ ടു കം ഫോർ ദ ഇൻ്റർവ്യൂ. വാട്ട് ടൈം വുഡ് യു ലൈക്ക് ആണ്. വാട്ട് ടൈം വുഡ് യു ലൈക്ക് മീ ടു കം ഫോർ ദ ഇൻ്റർവ്യൂ, ഞാൻ ഇൻ്റർവ്യൂവിന് എപ്പോൾ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വാട്ട് ടൈം വുഡ് യു ലൈക്ക് മീ
to come for the interview. What would you like me to do now? What would you like me to do now? ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് മീ ടു ഡു നൗ? അപ്പോൾ ചെയ്യേണ്ടത് ഞാനാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് വുഡ് റാദർ ഉപയോഗിച്ചുകൊണ്ട് പ്രിഫറൻസസ് പറയാം. ഐ വുഡ് റാദർ സ്ലീപ്പ് ഇൻ ദിസ് റൂം ദാൻ ദാറ്റ് റൂം. ആ റൂമിൽ ഉറങ്ങുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ റൂമിലാണ്. ഐ വുഡ് റാദർ സ്റ്റഡി ദാൻ സ്റ്റേ അറ്റ് ഹോം. എനിക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം പഠിക്കുന്നതാണ്. ഐ വുഡ് റാദർ സ്റ്റഡി ദാൻ ടോക്ക് ടു യു. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം പഠിക്കുന്നതാണ്. ഐ വുഡ് റാദർ ഡ്രിങ്ക് ടീ ദാൻ കോഫി. എനിക്ക് കോഫി കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം ടീ കുടിക്കുന്നതാണ്. ഐ വുഡ് റാദർ സിറ്റ് ഹിയർ ദാൻ ഗോ ദർ. അവിടെ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇവിടെ ഇരിക്കുന്നതാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ഐ വുഡ് റാദർ യു എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ വുഡ് റാദർ യു സ്റ്റേയ്ഡ് ഹിയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐ വുഡ് റാദർ യു സ്റ്റേയ്ഡ് ഹിയർ. നിങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നാണ്. ഇവിടെ നോക്കൂ, സ്റ്റേയ്ഡ് അതൊരു പാസ്റ്റ് ടെൻസ് ഫോമാണ്. ഒരു സ്റ്റേ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ പറയുന്നത് നിങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നാണ്. അതൊരു പ്രസൻറ്റിലെ കാര്യമാണ്. പക്ഷേ പ്രസൻറ്റിലെ കാര്യമാണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യമാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ഐ വുഡ് റാദർ യു സ്റ്റേയ്ഡ് ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നാണ്. ഐ വുഡ് റാദർ യു വെൻറ്റ് ദർ. നിങ്ങൾ അവിടെ പോകുന്നതാണ് എനിക്കിഷ്ടം എന്നാണ്. നോക്കൂ, പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെ ഐ വുഡ് റാദർ യു എന്ന് ഉപയോഗിച്ചു. ഐ വുഡ് റാദർ ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകുന്നതാണ് ഇഷ്ടം എന്നാണ്. അതേസമയം നിങ്ങൾ അവിടെ പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയണമെങ്കിൽ ഐ വുഡ് റാദർ യു വെൻറ്റ് ദർ എന്ന് ഉപയോഗിക്കണം. ഐ വുഡ് റാദർ സിങ് എ സോങ്. ഞാനൊരു പാട്ട് പാടുന്നതാണ് എനിക്കിഷ്ടം എന്ന്. ഐ വുഡ് റാദർ യു സാങ് എ സോങ് എന്ന് വേണം. അവിടെ സാങ് ഉപയോഗിച്ചു. സിങ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം. നിങ്ങളൊരു പാട്ട് പാടുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ ഐ വുഡ് റാദർ യു സാങ് എ സോങ്. ഐ വുഡ് റാദർ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ എനിക്ക് ടീ കുടിക്കുന്നതാണ് ഇഷ്ടം. ഐ വുഡ് റാദർ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ എനിക്ക് ടീ കുടിക്കുന്നതാണ് ഇഷ്ടം. ഐ വുഡ് റാദർ യു ഡ്രാങ്ക് ടീ. നിങ്ങൾ ചായ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നായി. അവിടെ ഡ്രാങ്ക് ഉപയോഗിച്ചു. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇനി പാസ്റ്റ് ടെൻസിൽ റിപ്പീറ്റഡ് ആക്ഷൻ കാണിക്കാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. പലപ്പോഴും സ്റ്റോറീസിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. യൂസ്ഡ് ടു എന്ന ഒരു പ്രയോഗം ഉണ്ട്. പക്ഷേ അത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു പ്രയോഗം ആണ്. പക്ഷേ കുറച്ചുകൂടി ഫോർമൽ വേയിൽ സംസാരിക്കുമ്പോൾ വുഡ് ആണ് ഉപയോഗിക്കുന്നത്. ഹി വുഡ് ലിവ് ഹിയർ ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ഹിസ് കരിയർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൻ്റെ ആദ്യത്തെ നാളുകളിലൊക്കെ ഇവിടെ താമസിക്കാറുണ്ടായിരുന്നു. ഹി വുഡ് ലിവ് ഹിയർ ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ഹിസ് കരിയർ. ഇതിന് നമ്മൾ ഒരു നെഗറ്റീവ് ഫോമോ അതല്ലെങ്കിൽ ഒരു ഇൻറ്ററോഗേറ്റീവ് ഫോമോ ഒന്നും യൂസ് ചെയ്യില്ല. ഹി വുഡ്, ഷീ വുഡ് എന്ന് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. ഇൻ സമ്മർ വി വുഡ് പ്ലേ ഓൺ ദ ബീച്ച്. സമ്മർ സീസണിൽ ഞങ്ങൾ ബീച്ചിൽ കളിക്കാറുണ്ടായിരുന്നു. വെൻ ഹി വാസ് യങ് ഹി വുഡ് പ്ലേ വിത്ത് ഹിസ് ടോയ് കാർസ്. അവൻ ചെറുതായിരുന്നപ്പോൾ അവൻ്റെ ടോയ് കാർസും ഉപയോഗിച്ചുകൊണ്ട് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസ് വുഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചു. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത് ഉപയോഗിച്ച് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക.